Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ ഉത്ഥാനത്തിന്റെ അർത്ഥം എന്തെന്ന് വ്യക്തമാക്കുന്നതാണല്ലോ ഈ നാളുകളിലെ വിശുദ്ധഗ്രന്ഥ വായനകളെല്ലാം. എന്തിനു വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായി അവതരിച്ചത്? എന്തുകൊണ്ടാണ് അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തത്? അതോ വേറൊന്നുകൊണ്ടുമല്ല, മനുഷ്യരായ നമ്മോട് കൂടെ ആയിരിക്കുവാനുള്ള അവിടുത്തെ ആഗ്രഹം കൊണ്ടാണ്. നമ്മോട് കൂടെ ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഉത്ഥിതനായ ഈശോ കബറിടത്തിങ്കൽ വെച്ച്, ശൂന്യമായ കല്ലറയിങ്കൽ വെച്ച് മഗ്ദലന മറിയത്തോടും മറ്റേ മറിയത്തോടും പറഞ്ഞിരുന്നത് പോലെ തന്നെ 9-ാം വാക്യത്തിൽ 28-ാം അധ്യായത്തിൽ മത്തായിയുടെ സുവിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഗലീലിലേക്ക് പോകുവാനായിട്ട് ശിഷ്യന്മാരോട് പറയുന്നത്, കാരണം ഞാൻ അവർക്ക് മുൻപേ പോകുന്നു, കർത്താവ് അവർക്ക് മുൻപേ പോകുന്നുവെന്ന് ഈ രണ്ട് സ്ത്രീകളോടും ശൂന്യമായ കല്ലറയിടങ്കിൽ വെച്ച് ദൂതൻ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം കർത്താവ് തന്നെ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുന്നുണ്ട്, ഈ സ്ത്രീകളോട്, നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പറയുവിൻ, ഗലീലിലേക്ക് പോകുവിൻ, അവിടെ വെച്ച് നമുക്ക് കാണാമെന്ന്. അങ്ങനെ കർത്താവ് അറിയിച്ചതുപോലെ തന്നെ അവിടുന്ന് തന്റെ അന്ത്യത്താഴ വേളയിലും ഒലിവുമലയിലെ പ്രാർത്ഥനയുടെ വേളയിലും ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നത് മത്തായി ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ വാക്കുകൾ അനുസരിച്ച് തന്നെ അവിടുന്ന് ഗലീലിയിലെ ഒരു മലയിലാണ് തന്റെ ശിഷ്യന്മാരെല്ലാവരെയും ഒന്നിച്ച് കാണുന്നത്. ഈ ഗലീലിയുടെ പ്രത്യേകത, അവിടെ വെച്ചായിരുന്നു ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിച്ചത്. ശ്ലീഹന്മാരെ തിരഞ്ഞെടുത്തത് അവിടെ വെച്ചാണ്. സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത് അവിടെ നിന്നാണ്. തന്റെ യാത്ര, ഓർസലമിലേക്കുള്ള യാത്രയെ ആരംഭിക്കുന്നതും ജെറൂസലമിൽ നിന്നാണ്. ശ്ലീഹന്മാരുമൊത്ത് ശിഷ്യന്മാരുമൊത്താണല്ലോ അവിടുന്ന് ഈ യാത്ര ചെയ്തത്. അപ്പോൾ ഈശോയുടെ ആ യാത്രയുടെ ആരംഭത്തിൽ തന്നെ ശിഷ്യന്മാരെയും കൊണ്ട് നിർത്തുകയാണ്. ഇനി ഇതുവരെ ഞാൻ നിങ്ങളെ കൂടെ നടന്ന് എങ്ങനെയാണ് ഈ സഹനമരണോത്ഥാനങ്ങളിലേക്ക് എത്തേണ്ടത്, ഓർസലമിലേക്ക് യാത്ര ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു. ഇനി നിങ്ങൾ തന്നെ നടക്കുവനെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ എവിടെ ആരംഭിച്ചു അവിടെ കൊണ്ട് ഇവരെ നിർത്തുകയാണ്. ഇനി അവര് അവരുടെ തന്നെ യാത്ര ആരംഭിക്കണം. അതുകൊണ്ടാണ് ഗലീലയിലേക്ക് ഈശോ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു മലയിൽ വെച്ചാണ് അവിടുന്ന് ശിഷ്യന്മാരെ കാണുന്നത്. പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ നമ്മൾ ഗിരിപ്രഭാഷണത്തില് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോയെ നമ്മൾ കാണുന്നത് ഒരു മലമുകളിലാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ദീർഘമായ പ്രബോധനം ഈശോ ശിഷ്യന്മാർക്ക് നൽകിയത്. ശിഷ്യനാകുവാനുള്ള വഴി എന്താണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള മാർഗങ്ങൾ എന്താണ് എന്നൊക്കെയാണല്ലോ മോശയുടെ നിയമവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈശോ ഗിരിപ്രഭാഷണത്തിൽ നൽകിയത്. അതുപോലെ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇതാ ഗലീലയിലെ മലയിൽ വീണ്ടും ഉത്ഥിതനായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. ഈശോയെ കാണുമ്പോൾ ശിഷ്യന്മാരുടെ പ്രതികരണം ആരാധനയുടേതാണ്. ഈശോയുടെ സുവിശേഷത്തിന്റെ, മത്തായിയുടെ സുവിശേഷത്തിന്റെ ആരംഭത്തില് 2-ാം അധ്യായത്തില് ഭൂജാതനായ മനുഷ്യനായി അവതരിച്ച ഉണ്ണിമിശിഹായെ കാണുന്ന പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികളുടെ പ്രതികരണവും ഇതുതന്നെയായിരുന്നു. അവർ തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് സമാനമായിട്ടാണ് സുവിശേഷത്തിന്റെ അവസാന രംഗത്തിലും ഇവിടെ ശിഷ്യന്മാർ ഈശോയെ ആരാധിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇവിടെയും ചിലരൊക്കെ സംശയിക്കുന്നുണ്ട്. ശിഷ്യന്മാർക്ക് ഉത്ഥാനത്തിന്റെ രഹസ്യം അംഗീകരിക്കുവാൻ ഏറെ സമയം വേണ്ടി വന്നു എന്ന് നമുക്കറിയാം. ഈശോ എന്താണ് പറയുന്നത്? ഭൂമിയിലും സ്വർഗത്തിലും എനിക്ക് സർവ്വ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ഈശോ ദൈവമാണ്, അവിടത്തേക്ക് അധികാരം നൽകേണ്ടതെന്നുപോലെ നൽകപ്പെടേണ്ടതില്ല. പക്ഷേ അവിടുന്ന് ഈ മനുഷ്യനായി അവതരിച്ച ഈശോയ്ക്ക് ദൈവത്തോട് കൂടെയായിരുന്ന, എപ്പോഴും ദൈവത്തോട് പിതാവിനോട് കൂടെയായിരിക്കുന്ന, തൃത്വത്തിൽ ഒന്നായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ മനുഷ്യനായി അവതരിച്ച ഈ മനുഷ്യപുത്രന്, മനുഷ്യ അസ്തിത്വം, മനുഷ്യ സ്വഭാവം സ്വീകരിച്ച ഈ ദൈവപുത്രന് ഭൂമിയിലും സ്വർഗത്തിലുമുള്ള സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈ മനുഷ്യനായി അവതരിച്ച നസ്രായനായ ഈശോയ്ക്ക്, തന്റെ സഹനമരണോത്ഥാനങ്ങളിലൂടെ രൂപാന്തരപ്പെട്ട ഈശോയ്ക്ക് ഇത് സർവ്വ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഭൂമിയുടെയും സ്വർഗത്തിന്റെയും അധിപനായിട്ട് വാഴുവാൻ പോകുന്നത്, നയിക്കുവാൻ പോകുന്നത് മനുഷ്യനായി അവതരിച്ച ഈശോയാണ്, നസ്രായനായ ഈശോയാണ്, സഹനമരണോത്ഥാനങ്ങളിലൂടെ മഹത്വീകൃതനായ ഈശോയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലെ 13 മുതലുള്ള വാക്യങ്ങളിൽ പുരാതനനായവന് മുമ്പിൽ സന്നിഹിതനാക്കപ്പെടുന്ന മനുഷ്യപുത്രനെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവന് സർവ്വ അധികാരവും നൽകപ്പെടുന്നതും ദൈവത്തിന്റെ അധികാരം ദൈവം നൽകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ മുൻകൂട്ടി കണ്ടത് ഈ മഹത്വീകൃതനാകുന്ന ഈശോയ്ക്ക്, ഉത്ഥിതനായ ഈശോയ്ക്ക് നൽകപ്പെടാനിരിക്കുന്ന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവ്വ അധികാരത്തിന്റെയും സൂചനയായിരുന്നുവെന്ന് നമുക്കറിയാം.
ഈശോ പറയുകയാണ്, ഈ സർവ്വധികാരവും നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. ഈശോയുടെ അന്ത്യശാസനം എന്നോണം സാർവത്രിക പ്രേക്ഷിത ദൗത്യം തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നതാണ് തുടർന്നു വരുന്ന വാചകങ്ങൾ നമ്മൾ കാണുന്നത്. അവിടുന്ന് പറയുകയാണ്, പോവുക, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ലോകത്തിന്റെ അതിർത്തികൾ വരെ പോവുക. എന്താണ് സുവിശേഷം? ദൈവം മനുഷ്യനായി അവതരിച്ചു, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചു, തന്റെ സ്വർഗരാജ്യത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ജീവിച്ചു, സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സകല മനുഷ്യരുടെയും രക്ഷ സാധിച്ചിരിക്കുന്നു. സർവ്വജനപദങ്ങളോടും പോയി പ്രസംഗിക്കാനാണ് പറയുന്നത്. പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ 10-ാം അധ്യായത്തിലും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, സമറിയാക്കാരുടെ പട്ടണത്തിലേക്ക് പ്രവേശിക്കരുത്, വിജാതിരുടെ നഗരത്തിലേക്ക് പോകരുതെന്നൊക്കെ പറയുന്നത്. ഈശോയുടെ പരസ്യജീവിത കാലത്ത് ഈശോയുടെ പ്രവർത്തനങ്ങളും രക്ഷയുടെ അനുഭവവുമെല്ലാം പരിമിതപ്പെടുത്തപ്പെട്ടിരുന്നു യഹൂദ ജനതയ്ക്കായിട്ട്. എന്നാൽ ഉത്ഥാനത്തോടുകൂടി സർഗലർക്കും വേണ്ടിയുള്ളതാണ് ഈ രക്ഷ. ഇസ്രായേലിൽ ആരംഭിച്ച് ഇസ്രായേലിലൂടെ സർവ്വജനതയെയും രക്ഷിക്കുക എന്നുള്ളതായിരുന്നല്ലോ ദൈവത്തിന്റെ പദ്ധതി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, സർവ്വജനപദങ്ങളിലേക്കും പോകുവിൻ. ദൈവം മനുഷ്യനായതും ഈശോ മനുഷ്യനായി അവതരിച്ച ഈശോ സഹനമരണോത്ഥാനങ്ങളുടെ രക്ഷ സാധിച്ചതും എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകത്തുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഈ രക്ഷാ സന്ദേശം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ് ശിഷ്യന്മാരെ അവിടെ ഏൽപ്പിക്കുന്നത്. സർവ്വജനപദങ്ങളോടും പോയി പ്രഘോഷിക്കുവാനാണ് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം. ഈശോ രക്ഷകനാണ് എന്നുള്ള സത്യം, ഈശോ സകല മനുഷ്യരുടെ രക്ഷകനാണ് എന്നുള്ള സത്യം, സഹനമരണോത്ഥാനങ്ങളിലൂടെ അവിടുന്ന് രക്ഷ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആ സത്യം, ഇത് പ്രഘോഷിക്കുവാനാണ് പറയുന്നത്. ഈ പ്രഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശ്രവിക്കുന്നവർ നിശ്ചയമായും ഈശോയെ ദൈവപുത്രനെ മിശിഹായുമായി അംഗീകരിക്കും. കുറച്ചുപേരെങ്കിലും അംഗീകരിക്കും. അംഗീകരിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും റൂഹായുടെയും നാമത്തിൽ മാമോദീസ മുക്കാൻ ഈശോ കൽപ്പിക്കുന്നു. മാമോദീസയുടെ രംഗം സുവിശേഷ ആരംഭത്തിൽ നമ്മൾ സുവിശേഷ വിവരണങ്ങളുടെ എല്ലാം ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ എല്ലാമുള്ള പ്രത്യേകത ത്രിത്വ ദൈവത്തിന്റെ പ്രത്യക്ഷീകരണമാണ്. അവിടെ ആണല്ലോ ചരിത്രത്തിൽ ആദ്യമായി പിതാവും പുത്രനും റൂഹായും ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. ആ പിതാവായ ദൈവം ഇവനുടെ പ്രിയപുത്രനാകുന്നു എന്ന് പറഞ്ഞ ആ ദൈവം പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ വന്നു വസിച്ച ആ പരിശുദ്ധ റൂഹ, വെള്ളത്തിലിറങ്ങിയ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ആ ഈശോ, ആ ത്രിത്വത്തിന്റെ നാമത്തിൽ തന്നെയാണ് മാമോദിസ നൽകേണ്ടതെന്ന് പറയുമ്പോൾ ഈശോയുടെ മാമോദിസായും ഈശോയുടെ നാമത്തിൽ നൽകപ്പെടാനിരിക്കുന്ന ത്രിത്വത്തിന്റെ നാമത്തിൽ നൽകപ്പെടുന്ന ക്രൈസ്തവ മാമോദിസായും തമ്മിലുള്ള ബന്ധവും ഇവിടെ ഈശോ സൂചിപ്പിക്കുന്നുണ്ട്. മാമോദിസ മുക്കുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിലാണ് മാമോദിസ മുക്കേണ്ടത്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം ആചരിക്കുവാൻ അനുഷ്ഠിക്കുവാൻ വരെ പഠിപ്പിക്കുവാൻ. അപ്പോൾ ഈ പരസ്യജീവിതത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ശിഷ്യന്മാരെ പരിശീലിപ്പിക്കുകയായിരുന്നു. അവിടുന്ന് ലോകം മുഴുവനും ഈശോയുടെ ഈ പ്രബോധനം എത്തിക്കുവാൻ വേണ്ടി, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ ഈ സുവിശേഷം, ജീവന്റെ ഈ സുവിശേഷം സർവ്വജനപദങ്ങളോടും പ്രഘോഷിക്കുവാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ അവിടുന്ന് ഒരുക്കുകയായിരുന്നു. ആ ദൗത്യം അവരാ പരിശീലനം പൂർത്തിയായി ഇനി നിങ്ങൾ പോകുവിനെന്നാണ് പറയുന്നത്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുഷ്ഠിക്കുവാൻ നിങ്ങളെ ജനങ്ങളെ, വിശ്വസിക്കുന്നവരെ പഠിപ്പിക്കുവിൻ, ലോകം മുഴുവനും പഠിപ്പിക്കുവിനെന്നാണ് പറയുന്നത്. ഇപ്രകാരം ദൈവം കാലാകാലങ്ങളിൽ തന്റെ ദൗത്യം ഏൽപ്പിക്കുവാൻ വേണ്ടി, രക്ഷയുടെ സന്ദേശം ചുറ്റുമുള്ള ജനതകളോട് പ്രഘോഷിക്കുവാൻ വേണ്ടി, ഇസ്രായേൽ ജനത്തോടും മറ്റു ജനതകളോടും പ്രഘോഷിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ പലരെയും തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യ വായനയിൽ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോശയ്ക്ക് ശേഷം, ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവന്ന, ഇസ്രായേലിനെ വിമോചിപ്പിച്ച മോശയ്ക്ക് ശേഷം കാനാൻ ദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് യോർദാൻ നദി കടത്തി പ്രവേശിപ്പിക്കുന്നത് ജോഷുവയാണ്. ആ ജോഷുവയുടെ ദൈവം പറയുന്നുണ്ട്, നീയും ചെയ്യേണ്ടതൊന്നേ ഉള്ളൂ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ഉടമ്പടി പ്രമാണങ്ങൾ നീ പാലിക്കുക, മോശയിലൂടെ നൽകപ്പെട്ട സീനാ ഉടമ്പടിയിലെ പ്രമാണങ്ങൾ പാലിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിന്റെ വഴിയെ നടക്കുക. ഇതാണ് ദൈവം കൽപ്പിച്ച കാര്യം. ധൈര്യമായിരിക്കുവാനും പേടിക്കാതിരിക്കാനും ഒക്കെ പറയുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നാണ്. അവിടെ ദൈവം നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്, നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യോശുവ എന്ന പേര് തന്നെ യഹോഷുവ എന്ന ഹീബ്രു നാമം അത് ലോപിച്ച് അറമായ ഭാഷയിൽ വന്നപ്പോഴാണ് ഈശോ എന്നായത്. ജോഷുവ തന്നെയാണ് ഈശോ. അപ്പോൾ ഈ ജോഷുവായും ഈശോയുടെ ഒരു മുന്നോടിയായിരുന്നു. ആ ഈശോയാണ് ഇവിടെ പറയുന്നത്, എനിക്ക് സർവ്വധികാരവും നൽകപ്പെട്ടിരിക്കുന്നു, വാഗ്ദത്ത നാട്ടിലേക്ക്, സ്വർഗീയ ഓർസലേമാകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് ജനത്തെ നയിക്കുവാനായിട്ട് നിങ്ങൾ പോവുക എന്ന് പറഞ്ഞ് ശ്രീമാരെ അയക്കുമ്പോൾ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുവരെയാണ്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്നുവരെ ഈ ദൗത്യം അവർ തുടരേണ്ടതുണ്ട്. സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും അവരിലൂടെ വിശ്വസിക്കുന്നവരുമായ നമ്മളെല്ലാവരിലൂടെയും
ഈ ദൗത്യം എന്നുവരെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഈ ദൗത്യ നിർവഹണത്തിനായിട്ട് അവിടുന്ന് സ്ലീഹന്മാരെ തനിയെ വിടുകയല്ല ചെയ്തത്. കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുമെന്ന് പറയുകയാണ്. ജോഷുവായെ കൂടെ ഉണ്ടായിരുന്ന് ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞതുപോലെ തന്നെ മോശയെ വിളിക്കുമ്പോഴും അത് തന്നെയാണ്. 3-ാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മോശ ഒഴികഴിവുകൾ പറഞ്ഞ് മാറിപ്പോവാൻ ശ്രമിക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മോശയെ ധൈര്യപ്പെടുത്തുന്നത്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-3 അധ്യായങ്ങളിൽ പ്രവാചകനെ വിളിക്കുമ്പോഴും ഞാൻ ബാലനാണ്, കേവലം ബാലനാണെന്നൊക്കെ പറയുമ്പോഴും നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. എസക്കിയേലിനെ വിളിക്കുന്ന സമയത്തും 2-3 അധ്യായം എസക്കിയേലിന്റെ പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ ജെറമിയായിൽ 1-ാം അധ്യായത്തിലാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ശക്തിപ്പെടുത്തുമെന്ന് പറയുന്ന ദൈവമാണ്. ഇസ്രായേൽ ജനത്തിന്റെ മറ്റ് ജനതകളിൽ നിന്നുണ്ടായിരുന്ന പ്രത്യേകത ദൈവം കൂടെ ഉണ്ടായിരുന്ന ജനമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമായിരുന്നു. ദൈവം സ്വന്തമായിട്ട് ഇസ്രായേലിനെ സ്വീകരിച്ചു. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കൂടെ നടന്നു, വഴി നടത്തി, അവർക്ക് മരുഭൂമിയിൽ ഭക്ഷണം നൽകി, ജലം നൽകി, ഇതെല്ലാം നൽകി അവരെ പരിപാലിച്ചുകൊണ്ട് വാഗ്ദത്ത നാട്ടിലെത്തിക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. കൂടെ ഉണ്ടായിരിക്കുന്ന ദൈവമാണ്. ഇക്കാര്യം തന്നെയാണ് 2-ാമത്തെ വായനയില് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 2-ാം പുസ്തകം 15-ാം അധ്യായത്തില് ആസിയ പ്രവാചകൻ, അതായത് അവന്റെ മേല് റൂവാഹ് എലോഹിം, കർത്താവിന്റെ അരൂപി അവന്റെ മേൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതാണല്ലോ പ്രവാചകന്റെ അടയാളം. അതാണ് കർത്താവിന്റെ അരൂപി ആരുടെ മേൽ വന്നു വസിക്കുന്നു, അവനാണ് കർത്താവിന്റെ പ്രവാചകൻ. അവനിലൂടെ ആസ്യ രാജാവിനോടും യൂദ ബെഞ്ചമിൻ ഗോത്രത്തോടുമെല്ലാം പ്രവാചകൻ പറയുന്നത് ഇത് തന്നെയാണ്: കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, അവിടുത്തെ വഴിയെ നടക്കുക, ദൈവം കൂടെ ഉണ്ടായിരിക്കും, ദൈവം കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈശോയിൽ പൂർത്തിയാകാനിരുന്ന, ഈശോ തന്നെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുവാനിരുന്ന ആ വലിയ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, പോവുക, പ്രഘോഷിക്കുക, ഞാൻ പഠിപ്പിച്ചത് പഠിപ്പിക്കുക, മാമോദിസ മുക്കുക, വിശ്വാസത്തിലേക്ക് നയിക്കുക, രക്ഷയിലേക്ക് നയിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് സ്ലീഹന്മാരുടെ ധൈര്യം. അതായിരുന്നു. ഈ ധൈര്യത്തിലാണ്, ഈ കൂടെ ഉണ്ടായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് തൃത്വത്തിലെ 3-ാമത്തെ ആളായ റൂഹ പന്തക്കുസ്താ ദിനത്തിൽ സ്ലീഹന്മാരുടെ വന്നു വസിക്കുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതുമെല്ലാം. ലോകാവസാനം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് ഈശോ പറയുന്നത്. ഈശോയുടെ മനുഷ്യാവതാര വേളയിൽ 1-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ എന്ന പേരിന്റെ അർത്ഥം പറയുമ്പോൾ തന്നെ അമ്മനുവേൽ, പ്രവാചകൻ ഏശയ്യായി ഉദ്ധരിച്ചുകൊണ്ട് സുവിശേഷൻ പറയുന്നുണ്ടല്ലോ, ഇതിന്റെ അർത്ഥം തന്നെ ദൈവം നമ്മോട് കൂടെ, അമ്മനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നാണ്. ഈശോ എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണ് പേരിന്റെ അർത്ഥം. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം നമ്മോട് കൂടെ എന്നാണ്. അപ്പോൾ സുവിശേഷത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ഏറ്റവും അവസാനത്തെ വാചകം 28-ാം അധ്യായം 20-ാം വാക്യം, ഞാൻ ഇന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സുവിശേഷം മുഴുവനും എന്താണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്, ഒരു പ്രത്യേക സാഹിത്യ ശൈലിയാണല്ലോ. ഇൻക്ലൂഷൻ എന്നറിയപ്പെടുന്ന സാഹിത്യ ശൈലിയാണല്ലോ ഇത്. എവിടെ ആരംഭിക്കുന്നു അതവിടെ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം മുഴുവനും പ്രതിപാദിക്കുന്നത് കൂടെ ആയിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നമ്മോട് കൂടെ ആയിരിക്കുന്ന ദൈവമാണ്. കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് മനുഷ്യനായത്. എന്നും കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഉത്ഥാനം ചെയ്തത്. അവിടുന്ന് ജീവിക്കുന്നു, ഉത്ഥിതനായ ഈശോ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് ജീവിക്കുന്നത് നമ്മോട് കൂടെയാണ്, നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കൊരിന്തോസുകാർക്ക് 2-ാം ലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ കേൾക്കുന്നുണ്ടല്ലോ, കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ബോധത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടോ? കർത്താവ് കൂടെയുണ്ട്, നിങ്ങൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നുണ്ടോ? കർത്താവിന്റെ വഴിയാണ് നടക്കുന്നത്. അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് കൂടെയുണ്ട്, നിങ്ങൾ അവിടുത്തെ കൂടെ നിൽക്കുന്നുണ്ടോ എന്നാണ് കൊരിന്തോസുകാരുടെ പൗലോസ്ലീഹ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മോടും ചോദിക്കുന്നത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. മാമോദീസായിലെ കുദാശകളിലൂടെ അവിടുന്ന് നമ്മുടെ കൂടെ വന്ന് വസിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അവിടുത്തോട് കൂടെ ആയിരിക്കുന്നുണ്ടോ? നമ്മുടെ കൂടെ ആയിക്കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നവനിൽ ആശ്രയിച്ചുകൊണ്ടാണോ നമ്മൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം നയിക്കുന്നത്, നമ്മുടെ പ്രേക്ഷിത ദൗത്യം നിർവഹിക്കുന്നത്? എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. രക്ഷയുടെ ജീവന്റെ സുവിശേഷം കിട്ടിയിരിക്കുന്ന നമ്മൾ ഈ ഭാരതത്തിലുള്ള, നമുക്കിപ്പോൾ ഭാരതം മുഴുവനും സുവിശേഷം പ്രസംഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് സുവിശേഷവും സന്ദേശവുമായിട്ട്. എല്ലാ ജനപദങ്ങളെയും സുവിശേഷം അറിയിക്കുവാൻ, ഭാരതത്തിലെ ഓരോ കുഞ്ഞിനെയും ഈശോയാണ് രക്ഷകൻ എന്നുള്ള സത്യം അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോഴും കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ ധൈര്യത്തിൽ അവിടുന്ന് കൂടെയുണ്ട്. ആ ശക്തനായവൻ, സർവാധികാരവുമുള്ളവൻ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായിട്ടുള്ളവൻ കൂടെയുണ്ട്, ഉചിതനായ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ദൗത്യം നിർവഹിക്കുവാനുള്ള ശക്തി, ആ ബോധ്യം അവിടുന്ന് നമുക്ക് നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.